ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ മാഗി വിത്ത് എഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഒരു പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാമേ. ഇവിടെ ഞാൻ കടായി അടുപ്പത്ത് വെച്ചു. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസും എല്ലാം കൂടി അതിനകത്തോട്ട് ഇടുവാണേ. ഒത്തിരി നേരം ഇത് വഴറ്റേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇവിടെ ഞാനൊന്ന് വഴറ്റിയ വെജിറ്റബിൾസ് കോരി എടുത്ത് വെച്ചേ. ഇവിടെ ഞാൻ സെപ്പറേറ്റായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് മാഗി ഇടുവാണേ. ആ നല്ല തിളച്ച വെള്ളം ഞാൻ കടായിലോട്ട് ഒഴിച്ചു. എന്നിട്ട് തന്നെ ഞാൻ മസാല ഇടുവാണേ. നമ്മൾ മാഗി ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കണം. ഇവിടെ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെജിറ്റബിൾസ് വഴറ്റി വെച്ച് അതിനകത്തോട്ട് ഇടുവാണേ. നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 3 മുട്ട എടുക്കാൻ പോവുകയാണ്. അത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കുവാണേ. മൂന്ന് മുട്ട ഇങ്ങനെ അങ്ങോട്ട് ഗ്ലാസ്സിലോട്ട് എടുക്കുവാണ്. ഞാനിനി ഈ മുട്ടയ്ക്കകത്തോട്ട് ഉള്ളി, ഒരു പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി എല്ലാം കൂടി ഇടുവാണേ. ടൈറ്റ് ചെയ്യുക. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്യണം. അതിനകത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അധികം ഉപ്പ് ആഡ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി മാഗിക്കകത്തെല്ലാം നല്ലപോലെ ഉപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ഈ മുട്ടയ്ക്കകത്തോട്ട് മാഗി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ മാഗി വിത്ത് എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. സൂപ്പറാണ്, ഡിഫറെൻ്റായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.